സിനിമാ വിശേഷങ്ങൾക്കും ഗോസിപ്പുകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സമീപകാല മോഹൻലാൽ ചിത്രങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ മോശം പ്രകടനമാണ് ബിയോണ്ട് ബോർഡേഴ്സ് ബോക്സ് ഓഫീസിൽ കാഴ്ചവെക്കുന്നത്. വിസ്മയം, ജനതാ ഗാരേജ്, ഒപ്പം മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ തുടങ്ങിയ ചിത്രങ്ങളിലെ തെലുങ്കിലെയും മലയാളത്തിലെയും തുടർ വിജയങ്ങൾക്ക് ശേഷം തിയേറ്ററുകളിൽ എത്തിയ മോഹൻലാൽ ചിത്രമായിരുന്നു 1971 ബിയോണ്ട് ബോർഡേഴ്സ്. എന്നാൽ പ്രതീക്ഷ പോലെ വിജയം കൊയ്യാൻ ചിത്രത്തിന് സാധിച്ചില്ല. 16 ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 6 കോടിയിലധികം ഗ്രോസ് നേടാൻ മാത്രമാണ് ബിയോണ്ട് ബോർഡേഴ്സിന് സാധിച്ചത്. ഒരു മോഹൻലാൽ ചിത്രത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ കുറവാണ്. ഒപ്പം മത്സരിക്കാൻ ഒരുപാട് ചിത്രങ്ങൾ ഉണ്ടായത് ബിയോണ്ട് ബോർഡേഴ്സിന്റെ കളക്ഷനിൽ കുറവ് വരാൻ കാരണമായി. ആദ്യ ദിനങ്ങളിലെ നെഗറ്റീവ് റിവ്യൂസും ചിത്രത്തെ ബാധിച്ചു. ആദ്യ ദിവസങ്ങളിലെ ആഘോഷങ്ങൾക്ക് ശേഷം മോഹൻലാൽ ഫാൻസും ചിത്രത്തെ ഉപേക്ഷിച്ച മട്ടായിരുന്നു. ഇത് പ്രമോഷനെയും ബാധിച്ചു. 200 തിയേറ്ററുകളിൽ വമ്പൻ റിലീസിംഗ് നേടിയിരുന്നെങ്കിലും ആദ്യ ദിനങ്ങളിൽ തന്നെ ചിത്രത്തിന്റെ കളക്ഷൻ പിന്നോട്ടടിക്കുകയായിരുന്നു. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും ഗോസിപ്പുകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമന്റ്. താങ്ക് യു.